മാനുഫാക്ചറിംഗ് ബിസിനസ് രംഗം കീഴടക്കിയവരുടെ 7 രഹസ്യശീലങ്ങൾ. നിങ്ങളൊരു സാധാരണക്കാരനായതുകൊണ്ട് ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ കഴിയില്ലെന്ന് കരുതുന്നുണ്ടോ? എങ്കിൽ തെറ്റി. ഒന്നുമില്ലായ്മയിൽ നിന്ന് ലോകം കീഴടക്കിയ സംരംഭകരുടെ എല്ലാം വിജയത്തിന് പിന്നിൽ ചില പൊതുവായ ശീലങ്ങളുണ്ട്. സാധാരണക്കാരെ അസാധാരണക്കാരാക്കി മാറ്റിയ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള ആ 7 രഹസ്യശീലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത് വ്യക്തമായ കാഴ്ചപ്പാട്. വിജയികളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്ന പ്രധാന ശീലം അവർക്ക് ഭാവിയെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരിക്കുമെന്നതാണ്. 10-20 വർഷം കഴിഞ്ഞ് തൻ്റെ കമ്പനി എവിടെ എത്തണം എന്നതിനെക്കുറിച്ച് അവർക്കൊരു ധാരണയുണ്ടാകും. ഇതൊരു വെറും സ്വപ്നമല്ല, ഒരു ദിവസം എന്ത് ചെയ്യണമെന്നുള്ള കൃത്യമായ പ്ലാനുകളാണ്. നിങ്ങളുടെ സ്ഥാപനം ചെറുതാണെങ്കിലും 5 വർഷം കൊണ്ട് അതിനെ എവിടെ എത്തിക്കണമെന്ന് ലക്ഷ്യമുണ്ടെങ്കിൽ അങ്ങോട്ടുള്ള വഴി താനെ തെളിഞ്ഞു വരും. രണ്ടാമത്തേത് നിർത്താതെയുള്ള പഠനം. മാനുഫാക്ചറിംഗ് സെക്ടർ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ടെക്നോളജികൾ, പുതിയ നിയമങ്ങൾ, പുതിയ രീതികൾ, ഈ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് സ്വയം അപ്ഡേറ്റ് ചെയ്യാത്തവർക്ക് പിടിച്ചു നിൽക്കാനാവില്ല. നമ്മുടെ വീഗാർഡ് സ്ഥാപകൻ കൊച്ചൗസേബ് ചിറ്റിലപ്പള്ളി സർ വിപണിക്ക് എന്ത് വേണമെന്ന് നിരന്തരം പഠിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയാണ് ഒരു മഹാപ്രസ്ഥാനം കെട്ടിപ്പടുത്തത്. വിജയികളായ സംരംഭകർ എപ്പോഴും ഒരു വിദ്യാർത്ഥിയായി. മൂന്നാമത്തേത് കാര്യക്ഷമത. മാനുഫാക്ചറിംഗ് സെക്ടറിൽ സമയവും അസംസ്കൃത വസ്തുക്കളും പണമാണ്. ഇത് പാഴാക്കിയാൽ നിങ്ങളുടെ ലാഭമാണ് ചോർന്നു പോകുന്നത്. വിജയികൾ തങ്ങളുടെ സ്ഥാപനത്തിലെ ഓരോ ജോലിയും കൂടുതൽ കാര്യക്ഷമമാക്കാൻ വഴികൾ തേടിക്കൊണ്ടേയിരിക്കും. ടൊയോട്ട ലോകത്തിന് പരിചയപ്പെടുത്തിയ ലീൻ മാനുഫാക്ചറിംഗ് എന്ന ആശയം പോലെ ഉൽപ്പാദനത്തിന്റെ ഓരോ ഘട്ടത്തിൽ നിന്നും പാഴാക്കൽ ഒഴിവാക്കുക. എപ്പോഴും സ്വയം ചോദിക്കുക, ഇതിലും നന്നായി വേഗത്തിൽ ചെലവ് കുറച്ച് ഈ ജോലി എങ്ങനെ തീർക്കാം. നാലാമത്തെ ശീലം ഉപഭോക്താവാണ് താൻ. ഏത് ബിസിനസിന്റെയും അടിത്തറ ഉപഭോക്താവാണ്. വിജയികൾ വെറുമൊരു ഉൽപ്പന്നം വിൽക്കുകയല്ല, കസ്റ്റമറുടെ പ്രശ്നത്തിന് പരിഹാരം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആപ്പിളിന്റെ സ്റ്റീവ് ജോബ്സിനെ പോലെ ഉപഭോക്താക്കൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് എന്ത് വേണമെന്ന് മനസ്സിലാക്കുക. പാക്കിംഗ് മുതൽ സർവീസ് വരെ എല്ലാത്തിലും കസ്റ്റമർക്ക് മികച്ച അനുഭവം നൽകുക. സന്തോഷവാനായ ഒരു കസ്റ്റമർ 10 പുതിയ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരുമെന്ന് ഓർക്കുക. അഞ്ചാമത്തെ ശീലം കണക്ക് കൂട്ടിയുള്ള റിസ്കുകൾ. ബിസിനസ് എന്നാൽ റിസ്ക് എടുക്കലാണ്. പക്ഷേ വിജയികൾ കണ്ണടച്ച് എടുത്തു ചാടില്ല. അവർ ഓരോ റിസ്ക്കും കൃത്യമായി പഠിച്ച് ലാഭനഷ്ടങ്ങൾ കണക്ക് കൂട്ടും. ടെസ്ലയുടെ ഇലോൺ മസ്ക് ഇതിന് മികച്ച ഒരു ഉദാഹരണമാണ്. ഇലക്ട്രിക് കാറുകളും വീണ്ടും ഉപയോഗിക്കാവുന്ന റോക്കറ്റുകളും തുടക്കത്തിൽ വലിയ പരാജയ സാധ്യതയുള്ള ആശയങ്ങളായിരുന്നു. എന്നാൽ ആ പരാജയങ്ങളെ പാഠമാക്കി അദ്ദേഹം മുന്നോട്ട് കുതിച്ചു. റിസ്ക് എടുക്കാത്തവന് വലിയ നേട്ടങ്ങൾ കൊയ്യാനാവില്ല. ആറാമത്തെ ശീലം മികച്ച ടീം. ഒറ്റക്കൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ആർക്കും കഴിയില്ല. ലുലു ഗ്രൂപ്പിന്റെ MA യൂസഫലിയുടെ വിജയത്തിന് പിന്നിലെ പ്രധാന ശക്തികളിൽ നിന്ന് അദ്ദേഹത്തിന്റെ ശക്തമായ ടീമാണ്. ശരിയായ ജോലിക്ക് ശരിയായ ആളെ കണ്ടെത്താനും അവർക്ക് ഉത്തരവാദിത്തങ്ങൾ നൽകാനും അവരെ വളരാൻ സഹായിക്കാനും വിജയികൾക്ക് സാധിക്കുന്നു. നിങ്ങളെ വിശ്വസിക്കുന്ന ഒരു ടീമിനെ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ വളർച്ച ഇരട്ടിയാവും. ഏഴാമത്തെ ശീലം വ്യക്തിപരമായ അച്ചടക്കം. ഏതൊരു ബിസിനസിന്റെയും എഞ്ചിൻ അത് നടത്തുന്ന ആളാണ്. വിജയികളായ സംരംഭകർക്ക് ശക്തമായ വ്യക്തിപരമായ അച്ചടക്കം ഉണ്ടാവും. അവർ സമയം പാലിക്കും, ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് വില കൽപ്പിക്കും, ദിവസവും വ്യായാമം ചെയ്യുക, നല്ല ഭക്ഷണം കഴിക്കുക, മാനസിക സമ്മർദ്ദം കുറയ്ക്കുക എന്നിവയെല്ലാം അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. കാരണം ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നല്ല ആരോഗ്യവും മനഃശക്തിയും അത്യാവശ്യമാണ്. ഈ പറഞ്ഞ 7 ശീലങ്ങളും ജീവിതത്തിന്റെ ഭാഗമാക്കുന്നിടത്താണ് വിജയം ആരംഭിക്കുന്നത്. വ്യക്തമായ കാഴ്ചപ്പാട്, നിരന്തരമായ പഠനം, കാര്യക്ഷമത, ഉപഭോക്താവിന്റെ പ്രാധാന്യം, കണക്കുകൂട്ടിയുള്ള റിസ്കുകൾ, മികച്ച ടീം, വ്യക്തിപരമായ അച്ചടക്കം. ഇതൊന്നും ഒറ്റ ദിവസം കൊണ്ട് ശീലമാക്കാൻ പറ്റില്ല. എന്നാൽ ഓരോ ദിവസവും ഇതിനായി ശ്രമിച്ചാൽ നിങ്ങൾക്കും ഒരു വിജയഗാഥ എഴുതാം. ഈ ശീലങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായി തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സംരംഭകരാകാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.